ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്നതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് റിസർച്ച് എന്നുള്ളത്. റിസർച്ച് എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് റീ ആൻഡ് സെർച്ച് എന്ന വേർഡിൽ നിന്നാണ്. നമ്മൾ സെർച്ച് ഒരു പുതിയതായൊരു കാര്യം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒന്ന് ഡിസ്കവർ ചെയ്യുക എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നമ്മൾ എംപിരിക്കൽ നോളജ് എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു സയൻറ്റിഫിക് ആക്ടിവിറ്റിയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് നോക്കാം. എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ആണ്. മെയിനായിട്ട് എംപിരിക്കൽ നോളജ് അല്ലെങ്കിൽ എംപിരിക്കൽ മെത്തേഡ്സിനെയാണ്. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ എന്ന ഫീൽഡിലുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, ഒരുപാട് ഗ്യാപ്പുകളുണ്ട് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസിനെയെല്ലാം നമ്മൾ ഫില്ല് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അത് റിഗറസ് ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കറിയാം അത് കുറച്ചുകൂടി റിസർച്ച് എന്ന് പറയുന്നത് ഒരു ടഫായിട്ടുള്ള കാര്യം മാത്രമല്ല, അത് കുറച്ചൊരു അതിനോടൊരു ആപ്റ്റിറ്റ്യൂഡ് കൂടി ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫില്ലിങ് എ ഗ്യാപ്പ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഒരു പ്രോബ്ലം സോൾവിങ് ആണ്, കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് റിസർച്ച് എന്നൊരു വേർഡ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എഡ്യൂക്കേഷണൽ റിസർച്ചിനെ കുറിച്ച് കറക്റ്റായിട്ട് നമുക്കൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഡോക്ടർ സി ക്രൗഫോർഡിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം. എഡ്യൂക്കേഷൻ റിസർച്ച് ഇസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് റിഫൈൻഡ് ടെക്നിക് ഓഫ് തിങ്കിങ് യൂസിങ് സ്പെഷ്യൽ ടൂൾസ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ എ നിയർ അഡിക്വേറ്റ് സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം എന്നാണ് സി ക്രൗഫോർഡ് പറയുന്നത്. അത് തന്നെയാണ് മെയിനായിട്ട് ഒരു പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ സ്പെഷ്യൽ ടൂൾസ് യൂസ് ചെയ്യുന്നു. ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് റിഫൈൻഡ് ടെക്നിക് ഓഫ് തിങ്കിങ് തന്നെയാണ് എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് മെയിനായിട്ടുള്ള എഡ്യൂക്കേഷൻ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എക്സ്പ്ലോറേഷൻ ആണ് വരുന്നത്. എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടെത്തുക. അത് നേരിട്ട് പോകും, ഫീൽഡ് വിസിറ്റിലൂടെ ആവാം, അല്ലാതെ നമ്മൾക്കൊരു സെക്കൻഡറി ഡാറ്റയോ പ്രൈമറി ഡാറ്റയോ അടിച്ചുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കും, ആ രീതിയിലാവാം. അതാണ് എക്സ്പ്ലോറേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാൻ നമുക്കറിയാം കിട്ടിയ ഡാറ്റ നന്നായി അനലൈസ് ചെയ്ത് അത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതുപോലെ കറക്റ്റായിട്ടുള്ളൊരു അതിനെ എങ്ങനെ നന്നായി ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഡിസ്ക്രിപ്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് മെയിനായിട്ട് ഏതൊരു റിസർച്ചും അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ പ്ലേജിയറിസം എന്നുള്ള രീതിയിൽ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എന്നത് ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ് റിസർച്ചിൽ. ദെൻ എക്സ്പ്ലനേഷൻ ആണ്. ഇപ്പോൾ കിട്ടിയ ഡാറ്റ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര സാമ്പിൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് എന്താണ് അതിൻ്റെ ഫൈൻഡിങ്സ് എന്താണ്, അങ്ങനെ നമ്മൾ കറക്റ്റായിട്ടൊരു എക്സ്പ്ലനേഷനിലെത്തും. അതാണ് മെയിനായിട്ട് എക്സ്പ്ലനേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്.